ഈ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്ത കേട്ടു. കൊച്ചിയിലെ തൊഴിൽ പീഡനം. കൊച്ചിയിലെ ഒരു സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സിനെതിരെയാണ് ഈ ഒരു ആരോപണം ഉണ്ടായത്. അതൊരു മാർക്കറ്റിംഗ് സ്ഥാപനമാണ്. എന്താണ് അവിടെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ഈ ദൃശ്യത്തിൽ കാണുന്ന ഒരു ചെറുപ്പക്കാരൻ നായക്ക് സമാനമായി മുട്ടയിൽ കഴിയുകയാണ്. അദ്ദേഹത്തിന്റെ കഴുത്തിൽ ബെൽറ്റ് ഇട്ടിട്ടുണ്ട് നായക്ക് സമാനമായി. ആ ബെൽറ്റിൽ പിടിച്ചുകൊണ്ട് മറ്റൊരു യുവാവ് നടക്കുകയാണ്. അതിനുശേഷം വാഗൊണ്ട് പാത്രത്തിലെ നാണയം എടുപ്പിക്കുകയാണ്. മറ്റുള്ളവർ കണ്ടു നിൽക്കുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഇതേ വീഡിയോ ഞാൻ മുമ്പ് 2-3 വർഷം മുമ്പ് ഇടാൻ പ്ലാൻ ചെയ്തൊരു വീഡിയോയാണ്. പിന്നീട് എന്തുകൊണ്ടോ ഞാനത് വേണ്ടെന്ന് വെച്ചു. നിങ്ങൾക്ക് തിരഞ്ഞാൽ അറിയാം. ജസ്റ്റ് ഗൂഗിളിലോ യൂട്യൂബിലോ ചെന്ന് മാർക്കറ്റിംഗ് സ്കാം ഇൻ കേരള എന്ന് സെർച്ച് ചെയ്താൽ മതി. ഇതേപോലെ ഒരുപാട് വീഡിയോകൾ കാണാൻ സാധിക്കും. അതായത് നമ്മൾ പത്രം തുറക്കുമ്പോൾ തൊഴിൽ അല്ലെങ്കിൽ ജോബ്സ് ക്ലാസിഫൈഡ്സ് എന്ന് മനോരമയിൽ കാണാം. അതിൽ ഒരു 4-5 അല്ലെങ്കിൽ 3/4% ഇവരുടെ പരസ്യങ്ങളാണ്. നമ്മൾ വിളിച്ചാൽ ഏതെങ്കിലും ഒരു ലേഡി ആയിരിക്കും ഫോൺ എടുക്കുക. അവർ ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണെന്ന് പറയും. അത് കഴിഞ്ഞ് ജോയിൻ ചെയ്യണമെന്ന് പറയും. എത്രയും വേഗം ജോയിൻ ചെയ്യണമെന്ന് പറയും. അതായത് നിങ്ങൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടെന്ന് പറയും. തുടക്കത്തിൽ ട്രെയിനിങ് ആണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും നിയമനം ഉണ്ടെന്ന് പറയും. അതിനുശേഷം നിങ്ങളെ സെലക്ട് ചെയ്യുവാണെങ്കിൽ പിന്നെയും വിളിക്കാമെന്ന് അവർ പറയുന്നു. അത് കഴിഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. 5 മിനിറ്റിനുള്ളിൽ പിന്നെയും വിളിക്കുന്നു. സെലക്ട് ആയെന്ന് പറഞ്ഞ് ജോയിൻ ചെയ്യാൻ പറയുന്നു. ഇത് എൻ്റെ അനുഭവമാണ്. പക്ഷെ ഞാൻ ജോയിൻ ചെയ്യാൻ പോയില്ല. കാര്യം തൊഴിൽ ചെയ്യാനുള്ള മടി എനിക്കുണ്ട്. അതുകൊണ്ട് പോയില്ല. അന്ന് എനിക്ക് ഇതിനെക്കുറിച്ച് അത്ര അറിയത്തുമില്ലായിരുന്നു. സ്കാമാണോ എന്തോന്നൊന്നും അറിയില്ല. ഞാൻ ജോയിൻ ചെയ്തില്ല. പിന്നീടാണ് അറിഞ്ഞത് അത് സ്കാമാണ്. എൻ്റെ പല സുഹൃത്തുക്കളും അവിടെ പെട്ടുപോയിട്ടുണ്ട്. പട്ടിപ്പണിയാണ്. മാത്രമല്ല ചിലപ്പോഴൊക്കെ നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ചില പിള്ളേരൊക്കെ ഇങ്ങനെ ബാഗും തൂക്കി വരും. ഓരോ വെള്ളം വിൽക്കാനോ ലോഷൻ വിൽക്കാനോ അല്ലെങ്കിൽ ബുക്ക് വിൽക്കാനോ. ഏറ്റവും ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങളാണ് അവർ വിൽക്കുന്നത്. നമ്മൾ പലപ്പോഴും കാണാറുണ്ട് നമ്മുടെ വീടിൻ പരിസരങ്ങളിലൊക്കെ ഈ മാർക്കറ്റിംഗ് സൺഡേ ഹോളിഡേ സിനിമയ്ക്കകത്തെ പോലെ ആസിഫ് അലിയും അപർണ ബാലമുരളിയും ബാഗും തൂക്കി ഓരോ സാധനങ്ങൾ വിൽക്കാൻ നടക്കുന്നത്. അതായത് ഇവർ കൊണ്ടുവരുന്നത് ചീപ്പ് ക്വാളിറ്റി പ്രൊഡക്ട്സ് ആയിരിക്കും. പിന്നെ ചിലർ മേടിക്കും, ചിലർ മേടിക്കത്തില്ല. ആരെങ്കിലും മേടിച്ചാൽ മാത്രമേ ഇവർക്ക് പൈസ കിട്ടത്തുള്ളൂ. ചിലർ നല്ല വാക്ചാതുര്യം കൊണ്ട് ഇത് മേടിപ്പിക്കും. എന്നാലും 10-ൽ 2-3 പേരൊക്കെ ഇത് മേടിക്കുന്നത്. അത്രയ്ക്കും ചീപ്പ് ക്വാളിറ്റി സാധനങ്ങളാണ്. ഇവരെ കണ്ടാൽ പാവം തോന്നും. വെയിലും മഴയും കൊണ്ടിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. എല്ലാവരും ഗതികേട് കൊണ്ടാണ് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇവർ പ്രതീക്ഷ കൊടുക്കും. അസിസ്റ്റന്റ് മാനേജർ, അതിനുശേഷം അസോസിയേറ്റ് മാനേജർ ആകും. പിന്നെ വലിയ വലിയ പോസ്റ്റുകൾ കൊടുക്കും. അങ്ങനെ പല പല പ്രതീക്ഷകൾ കൊടുത്ത് പലരും അവിടെ പിടിച്ചു നിൽക്കും. പലർക്കും ശമ്പളം പോലും കിട്ടാറില്ല. ഞാൻ ഇതിനെക്കുറിച്ച് നന്നായിട്ട് പഠിച്ചു. യൂട്യൂബ് പലരുടെ അനുഭവങ്ങൾ ചോദിച്ചറിഞ്ഞു. കുറേ കുറിപ്പുകൾ വായിച്ചു. ചിലർ വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ ഗ്രഹത്തുള്ളൂ. അതേപോലെ തന്നെ ഞാൻ എൻ്റെ ഒരു 2-3 മാസം ജോലി ഇല്ലാത്ത സമയത്ത് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. യാത്ര ചെയ്ത സമയത്ത് എന്നെ ഒരു ലേഡി വിളിച്ചു. ഒരു ജോലിയെക്കുറിച്ച് സംസാരിച്ചു. എൻ്റെ അടുത്തിരുന്നത് ഇതേപോലെ MLM, ഇതേപോലെ മാർക്കറ്റിംഗ് ജോലി വർക്ക് ചെയ്യുന്നവരായിരുന്നു. എനിക്കതറിയില്ല. ഞാൻ എന്നെ പരിചയപ്പെട്ടു. ഞങ്ങൾ വലിയ MNC ആണ്. എനിക്ക് ഒരു മാസം 2 ലക്ഷം രൂപ ശമ്പളമുണ്ട്. ജോയിൻ ചെയ്തു. പിന്നെ കേട്ടപ്പോഴേ എനിക്ക് തോന്നി ഉടായിപ്പാണ്. ഇവരൊക്കെ MNC എന്നൊക്കെ പറയുന്നത്. പലരും MNC എന്നൊക്കെ പറയാം, മൾട്ടിനാഷണൽ കമ്പനി എന്നൊക്കെ പറഞ്ഞാണ് നമ്മളെ അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾ വിളിച്ചു വരുത്തുന്നത്. അല്ലെങ്കിൽ പറയും വലിയ കമ്പനിയാണ്, അല്ലെ ഗവൺമെൻറ്റുമായിട്ട് ടൈപ്പ് ഉണ്ട്, എല്ലാ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ എല്ലാ ജില്ലകളിലും നിയമനമുണ്ട്. ഇതൊന്നും അറിയാതെ ഈ കമ്പനിയുടെ പേരൊക്കെ കണ്ട് നല്ല പേരായിരിക്കും. GTL ഇൻഫ്രാസ്ട്രക്ചർ, APL, TPL, വലിയ വമ്പൻ പേരൊക്കെ ആയിരിക്കും. മൾട്ടിനാഷണൽ കമ്പനി എന്നൊക്കെ ഒരുപാട് കുട്ടികൾ ഇതിലിപ്പോൾ പെടുന്നുണ്ട്. മാത്രമല്ല ടാർഗറ്റ് അച്ചീവ് ചെയ്തില്ലെങ്കിലുള്ള ഭീഷണി. ഇതിനെതിരെ ഗവൺമെന്റ് ഒരു നടപടി എടുക്കേണ്ടതാണ്. ഇതിനെതിരെ കുന്നുപോലെയാണ് ഇതിന്റെ സ്ഥാപനങ്ങൾ. തൊഴിൽ വീതിക്കകത്തുണ്ട്, മിക്ക പത്രങ്ങളിലും ഉണ്ട്. അത്തരം സ്ഥാപനങ്ങളെ ബാൻ ചെയ്യണം. മാർക്കറ്റിംഗ് എന്നൊക്കെ പറഞ്ഞു. മാത്രമല്ല ഇന്ന് പഠിച്ചവർക്കൊന്നും ഒരു തൊഴിലില്ല. പറ്റാവുന്നവരെല്ലാം വിദേശത്ത് പോകും. വിദേശത്ത് പോകാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ജോലി ആയിക്കോട്ടെ എന്ന് കരുതി പത്രം പരതി നോക്കുന്നുണ്ട്. നോക്കിക്കഴിയുമ്പോഴോ ചെന്ന് വിടുന്ന യുവമാരെ പോലുള്ള മറവായി.
ഇന്ന് വിദ്യാഭ്യാസമുള്ളവർ വെറുതെ നടക്കുകയാണ്. അപ്പം ഒന്നാമതേ പലർക്കും ജോലിയില്ല, അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ സ്ഥാപനങ്ങളും കൂടെ ആയ എന്ത് സെക്യൂരിറ്റിയാണ് ആൾക്കാർക്കുള്ളത്? ഫോൺ ഉപയോഗിക്കാൻ പറ്റില്ല. സ്ത്രീകളെ വരെ അബ്യൂസ് ചെയ്യാറുണ്ട് ഇത്തരം സ്ഥാപനങ്ങളിൽ. വളരെ മോശം അക്കോമഡേഷൻ. എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ സ്ഥാപനങ്ങൾക്ക് ഒരു പൂട്ടിടാത്തത് ഗവൺമെന്റ്? ഈ ഒരു വാർത്ത മുൻപും വന്നിട്ടുള്ളതാണ്. ഈ കൊച്ചിയിലെ തൊഴിൽ പീഡനം എന്നുള്ള രീതിയിലുള്ള, അല്ലെങ്കിൽ ഇത്ര സ്ഥാപനം കെൽട്രോൺ അല്ല കേട്ടോ, കെൽട്രോ, പാവങ്ങളുടെ കെൽട്രോൺ എന്നൊക്കെ പറയുന്ന പോലെ കെൽട്രോൺ അല്ല. അതേപോലെ ഈ കമ്പനിയുടെ പേര് ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ്. പിന്നെ ഈ കമ്പനി ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക്സ്, പിന്നെ ഏതൊക്കെയോ MNCന്റെ പേര് കൊണ്ട് നടക്കുന്നത്. എത്ര കമ്പനി അസിസ്റ്റന്റ് മാനേജർ ആക്കാം, അസോസിയേറ്റ് മാനേജർ ആക്കാം, 1 ലക്ഷം രൂപ ശമ്പളം, 2 ലക്ഷം രൂപ ശമ്പളം എന്നൊക്കെ പറഞ്ഞ് പറ്റിച്ച് പിള്ളേരെ കൊണ്ടുവന്ന് പണിയെടുപ്പിക്കുന്ന യുവമാരെയൊക്കെ പൂട്ടണ്ടേ? ഇവർക്കൊക്കെ കൂച്ചുവിലം കിടക്കാൻ ആരുമില്ലേ? കേരളത്തിൽ മാർക്കറ്റിങ്ങിന് മാത്രമേ ജോലിയുള്ളൂ. തൊഴിലില്ലാത്തവന്റെ അവസ്ഥയെ ചൂഷണം ചെയ്യുന്ന ഇത്തരം സ്ഥാപനങ്ങൾ പൂട്ടുക തന്നെ വേണം. ഗവൺമെന്റ് അതിന് ഇനീഷ്യേറ്റീവ് എടുക്കണം. സെൻട്രൽ ആണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ്. ഇങ്ങനെയുള്ളവരെ അഴിക്കുള്ളിലാക്കണം.